ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഹാപ്പി ദീപാവലി വിഷസ് അറിയിക്കാനാണ് വന്നത്. ഇന്നലെ തന്നെ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ചില മഴയും അതുപോലെ തന്നെ കറണ്ടും ഇല്ലായിരുന്നു. ആ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ ഞാനും ബ്രൗണിയും എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ദീപാവലി വിഷസ് അറിയിക്കാനാണ് വന്നത്. ബ്രൗണിയെ ഷോർട്സിലൂടെയെല്ലാം ധാരാളം ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഫ്രണ്ട്സിനും ഞാനും ബ്രൗണിയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ബ്രൗണിയെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഹാപ്പി ദീപാവലി പറ ബ്രൗണി, എല്ലാവർക്കും പറഞ്ഞോ. അവൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാ ഫ്രണ്ട്സും തുടർന്നും ബ്രൗണിയെ സപ്പോർട്ട് ചെയ്യുക. ചെയ്ത സപ്പോർട്ടിന് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഹാപ്പി ദീപാവലി. അപ്പോൾ ഞാൻ നേരെ ദീപാവലിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് പറയാം. നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ധൻതേരാസ് എന്ന് പറയുന്ന, അതായത് ലക്ഷ്മി ദേവിയെയും നമ്മുടെ വീട്ടിലുള്ള ധാന്യങ്ങളും ഒക്കെ വെച്ച് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന ദിവസം മുതൽ ഭാവബീജ് എന്ന് പറയുന്ന സഹോദരൻ സഹോദരിയെ വന്ന് കാണുന്ന ആ ഒരു ചടങ്ങോട് കൂടിയൊക്കെയാണ് അവസാനിക്കുന്നത്. ഏകദേശം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷങ്ങളാണ്. സ്കൂളിന് ഇവിടെ ഓണത്തിന് അവധി കൊടുക്കുന്നത് പോലെ അവിടെ നമ്മൾ ദീപാവലിക്കാണ് 10 ഡേയ്സ് ദീപാവലി ആൻഡ് ക്രിസ്മസ്, അങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ സ്കൂൾസിലൊക്കെ ഹോളിഡേയ്സ് ഉണ്ടാവാറുള്ളത്. പിന്നെ ദീപാവലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയം. അതുപോലെ തന്നെ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നത് പോലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോരുത്തരും മാനസികമായി നീങ്ങുന്നതിൻ്റെ ഒരു തുടക്കമാവട്ടെ ഈ ദീപാവലി എന്നുകൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ദീപാവലിയെക്കുറിച്ചുള്ള ഐതിഹ്യ കഥകൾ പറയുകയാണെങ്കിൽ, ഒരു കഥ നമ്മുടെ ശ്രീരാമസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീരാമസ്വാമി 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമസ്വാമിയും സീതാദേവിയും എല്ലാവരും അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അയോധ്യാവാസികൾ ദീപം തെളിയിച്ച് ആഘോഷിച്ചു. അതാണ് ദീപാവലിയായി ആഘോഷിക്കപ്പെട്ടത് എന്ന് ഒരു ഐതിഹ്യം പറയുന്നു. മറ്റൊരു ഐതിഹ്യം ശ്രീകൃഷ്ണസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീകൃഷ്ണസ്വാമി നരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ വധിച്ചതിൻ്റെ സന്തോഷത്തിനാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് എന്ന് ഒരു ഐതിഹ്യം പറയുന്നു. ജൈന മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് അവരുടെ ലാസ്റ്റ് ലോഡായിട്ടുള്ള ലോർഡ് മഹാവീര എന്ന് പറയുന്ന തീർത്ഥങ്കാരൻ്റെ നിർവ്വാണ, അതായത് മോക്ഷം കിട്ടിയ ദിവസമാണ് ദീപാവലി അവർക്ക് എന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പോൾ ഐതിഹ്യം എന്ത് തന്നെ ആയാലും ദീപാവലിയുടെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും സന്തോഷവും സ്നേഹവും സമാധാനവും സാഹോദര്യവും ഒക്കെ പുലർത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ ആഘോഷങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെ എത്രത്തോളം നമുക്ക് തെറ്റുകളിൽ നിന്ന് മുക്തമാക്കി വയ്ക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു തെറ്റെങ്ങനെ ചെയ്യാതിരിക്കാം എന്നുള്ളതിൻ്റെ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ആഘോഷങ്ങളും ഐതിഹ്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാകാം എന്നുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ വീട്ടിൽ ശ്രീരാമസ്വാമിയെയും അതുപോലെ ഗണപതി ഇല്ലാതെ ഒരു പൂജയില്ലല്ലോ, അപ്പോൾ അതും ഒക്കെ അതിൻ്റെ ഒരു ഷോർട്സ് രാവിലെ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ലക്ഷ്മി സമേതനായി മഹാവിഷ്ണു ഭൂമിയിലെത്തുന്ന ദിവസമാണ് ദീപാവലി. അതായത് ധൻതേരാസ് എന്ന് പറയുന്ന ആ ദിവസം മുതൽ ദീപാവലി വരെ മഹാലക്ഷ്മിയുടെ കടാക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. അതായത് മഹാലക്ഷ്മി അറിയാമല്ലോ, പാലാഴി മദനം ചെയ്തപ്പോൾ അമൃത കുംഭവുമായി പാലാഴിയിൽ നിന്ന് ഉത്ഭവിച്ച ദേവിയാണ്. അമൃതകുംഭം എന്ന് പറയുന്നത് അറിയാമല്ലോ, ജരാനരകൾ ബാധിക്കാതെ എന്നും യൗവനം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന, അമൃത് ഭക്ഷിക്കാൻ വേണ്ടിയ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ആ യുദ്ധം തന്നെ നടക്കുന്നത്. അപ്പോൾ പാലാഴി മഥനത്തിൽ നിന്ന് വന്ന ഭഗവതിയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവി എന്ന് വിശ്വസിക്കപ്പെടുന്നു. കയ്യിൽ അമൃതകുംഭം ഏന്ത്യ രൂപത്തിലുള്ള ലക്ഷ്മി സമേതനായി ഭഗവാൻ ഭൂമി സന്ദർശിക്കുന്നു. നമ്മുടെ ഓരോ വീടുകളും അതിനായി ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. പ്രാർത്ഥനകൾ കൊണ്ട് എല്ലാ വീടുകളുടെ അന്തരീക്ഷത്തിലും ഭഗവാന്റെയും ഭഗവതിയുടെയും ഒക്കെ സാന്നിധ്യം, ശ്രീരാമസ്വാമിയുടെയും
എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമ്മളെക്കൊണ്ട് കഴിയുന്ന ദാനധർമ്മങ്ങൾ, അതായത് അന്നദാനം, ഒരാളിനെങ്കിലും ആഹാരം നമുക്ക് കൊടുക്കാൻ ഓരോ ആഘോഷങ്ങൾക്ക് മുന്നിൽ സാധിക്കുകയാണെങ്കിൽ അത് അത്രയും വലിയ കാര്യമാണെന്ന് ഞാൻ എപ്പോഴും പറയും. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവുന്നുവെങ്കിൽ ആകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ തുടർന്ന് ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ്, ഞാൻ ഓരോ ആഘോഷങ്ങൾക്കും ഒക്കെ ചെയ്ത ദാനം, അന്നദാനം അങ്ങനെയൊക്കെ ചെയ്തത് ഇടണ്ട എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് മറ്റാർക്കെങ്കിലും ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആവുന്നുവെങ്കിൽ ആകട്ടെ. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓരോ ഫ്രണ്ട്സും തരുന്ന സ്നേഹത്തിനും അതുപോലെ തന്നെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീണ്ടും അടുത്തൊരു എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ദീപാവലി അറിയിക്കുന്നു. സ്ഥിരമായി എനിക്ക് കമൻ്റ് ഇടുന്ന എല്ലാ വ്യക്തികളും സന്തോഷത്തോടെ ദീപാവലി ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഒന്നുകൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് ഹാപ്പി ദീപാവലി പറഞ്ഞുകൊണ്ട് അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.